അമ്മേ അമ്മേ എന്തിനാ രാവിലെ തന്നെ എല്ലാം കൂടി കിടന്ന് കാറുന്നേ? സ്കൂൾ തുറക്കാനായി. ആ അതെനിക്കറിയാലോ. ഞങ്ങൾക്ക് ആർക്കും സ്കൂൾക്ക് പോകാനുള്ള ഒരു സാധനം വാങ്ങി തന്നിട്ടില്ലല്ലോ. സ്കൂൾ തുറക്കാൻ ഈ ദിവസം ഇല്ലേ പിള്ളേരെ? ഞാനേ ഇനി LKG-യിലേക്കാ. എനിക്ക് പുതിയ ബാഗ് വേണം. എനിക്ക് വേണം പുതിയ ബാഗ്. ആഹാ, നിനക്ക് പുതിയ ബാഗോ? അതിന് നിന്റെ കഴിഞ്ഞ വർഷത്തെ ബാഗിന് എന്താ കുഴപ്പം? നല്ല ബാഗാണല്ലോ. അയ്യേ, അത് കണ്ടാലും മതി. എനിക്കൊന്നും വേണ്ട ബാഗ്. ആ ബാഗ് ഇട്ടിട്ടാണേലേ ഞാൻ സ്കൂളിലേക്ക് പോവില്ല. ആ ബാഗിന് ഒരു കുഴപ്പമില്ല. നീ അത് ഇട്ട് തന്നെ പോകും. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ പുതിയ ബാഗ് വാങ്ങിക്കാൻ. എനിക്ക് കുറച്ച് നോട്ട്ബുക്ക് ഒക്കെ വാങ്ങണം. അത് ഇന്ന് തന്നെ പോണോ? ഇന്ന് പോയാലല്ലേ അമ്മ അതൊക്കെ പൊതിഞ്ഞെടുക്കണ്ടേ? എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലി കൂടി ഉണ്ട്. അത് ഞങ്ങൾ സഹായിക്കാം. ആ വേഗം പണി തീർത്താലേ വേഗം പോകാം, അല്ലെങ്കിൽ നേരം വൈകും. ശരി. കുറെ നേരമല്ല നിൽക്കാൻ തുടങ്ങിയിട്ട്. ബസ് കാണുന്നില്ല. ശരിയാണല്ലോ, ഈ സമയത്തേക്ക് ബസ് വരേണ്ടതാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് 12 മണിയുടെ ബസ്സിനാണല്ലോ. നീ ആ മുത്തശ്ശനോടൊന്ന് ചോദിച്ചു നോക്ക്. അതെ മുത്തശ്ശ. മുത്തശ്ശ എന്നതാ കൊച്ചേ? അടുത്ത ബസ് എപ്പോഴാ വരിക? കുറച്ച് സമയം കഴിയും. ബസ് വരുന്ന വഴിക്ക് ആ റോഡിലോട്ടൊരു മരം വീണിട്ടുണ്ട്. അമ്മേ, ബസ് വരുന്ന വഴിക്ക് ഒരു മരം വീണിട്ടുണ്ട്. നേരം വൈകുന്നാ പറയുന്നേ. ഇനി എന്താ ചെയ്യാ? അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അച്ഛനാണെ ജോലിക്കും പോയി. ഞാൻ ബസ്സിന് പോയിക്കോളാന്ന് പറഞ്ഞതായിരുന്നു. നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് നോക്കാം. ബസ് വന്നാലോ? മോളെ. എന്താ മുത്തശ്ശ? ബസ് എപ്പോഴാ വരുന്നേ? അപ്പൊ മുത്തശ്ശനല്ലേ പറഞ്ഞേ ബസ് വരാൻ നേരം വൈകുന്നേ? ഇനി എന്നോട് ചോദിക്കാണോ? ഞാനെപ്പോഴാ അങ്ങനെ പറഞ്ഞേ? അമ്മേ, ഈ മുത്തശ്ശൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ മിനിയുള്ള കുട്ടികളല്ലത് എവിടക്കെല്ലാം കൂടി കെട്ടും കെട്ടി പോവാൻ നിൽക്കണ്ട്. എന്റെ പഠിച്ചോനെ, ആ അരണക്കാനാരനുണ്ടല്ലോ. ഒറ്റകളെല്ലാം കൂടി ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ടേ? വേറെ എവിടേക്കും പോയിക്കൂടേനാ? എന്റെ ദൈവമേ, ഇനി അവരൊരു കുറവും കൂടി ഉള്ളായിരുന്നു. റബ്ബേ, ഹംകാളിനെ കണ്ടും ചെയ്തു. അല്ലെങ്കിൽ വല്ലതിൽ അങ്ങനെ മുങ്ങിയാൽ മതിയേനും. നല്ല മാനേജ് കൊടുക്കായി കുട്ടികളെ മക്കളൊക്കെ നുള്ളിപ്പറക്കി കണ്ട്. അതൊന്നും പറയണ്ടെന്നെ കദീസുമ്മ. സ്കൂൾ തുറക്കാനായില്ലേ? കുട്ടികൾക്ക് കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതൊന്ന് വാങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. നിങ്ങളെങ്ങോട്ടാ? ഞാനോ? ഞാനും അങ്ങനെ തന്നെ. സന്തോഷായി. കാർത്തേനിയോ? കാർത്തേനല്ല, എന്നെ കെട്ടിയോട് സുലോചനാണ്. ഹിന്ദിയെ. ആ കദീസ് തന്നെ. ഹിന്ദിയെ. എനിക്ക് കണ്ണിന് കുറച്ച് മങ്ങലായിപ്പോ. എന്താണെന്നറിയില്ല. കണ്ണടൊന്ന് മാറ്റി നോക്കണം. അത് ശരി, അത് കണ്ണട മാറ്റാത്തിന്റെ ഒന്നല്ല, വയസ്സും പ്രായമായില്ല, അതുകൊണ്ടാ. വയസ്സോ? എനിക്കോ? എനിക്ക് കഴിഞ്ഞ ജൂണിക്ക് 90 തികഞ്ഞിട്ടേ ഉള്ളൂ. അത് ശരി, അന്നെ വർത്താനം കേട്ടാ തോന്നിച്ചപ്പോ 90 കഴിഞ്ഞ കുട്ടിയാണ്. എനിക്ക് ഇപ്പോഴും നല്ല ആരോഗ്യമാ. എന്റെ ദൈവമേ, എന്റെ കണ്ണ്. എന്റെ പഠിച്ചോനെ, എതൊക്കെ സാധനം അത്. അമ്മേ, ബസ് വരുന്നുണ്ട്. മക്കളെ വേഗം കയറിക്കോണം കേട്ടോ. ശരി അമ്മേ. വീടല്ലേ ടുട്ടു? മിന്നു, ഒരു ബാഗ് കടയല്ലേ കാണുന്നത്. നമുക്ക് അവിടെ കയറി നോക്കിയാലോ? ശരി അമ്മേ, അവിടെ കണ്ടിട്ട് നല്ല കളക്ഷൻ ഉണ്ട്. അമ്മേ, എനിക്ക് ഹൾക്കിന്റെ ബാഗ് മതി കേട്ടോ. ഈ പല്ലി പോലെ ഇരിക്കുന്ന നിനക്കാണോ ഹൾക്കിന്റെ ബാഗ്? ഇപ്പൊ വല്ല പാമ്പിന്റെ പടമുള്ള ബാഗ് എടുത്തോ. അത് നിനക്ക് നന്നായിട്ട് ചേരുന്നേ. നീ തന്നെ എടുത്തോ. ആഹാ, നല്ല അടിപൊളി ബാഗുകളുണ്ടല്ലോ ഇവിടെ. ചേട്ടാ, ഈ ബാഗിനൊക്കെ എന്താ വില? ഈ ബാഗിനൊക്കെ നല്ല വില കുറവാ മോളെ. മോക്ക് ഏതാ വേണ്ടേ? അമ്മേ, ഇങ്ങോട്ട് വാ. ചേട്ടാ, ഹൾക്കിന്റെ ബാഗ് ഉണ്ടോ? ഹൾക്കിന്റെ ബാഗൊന്നും ഇവിടെ ഇല്ലല്ലോ മോനെ. ഇതൊന്നും ഹൾക്കിന്റെ ബാഗല്ല, എല്ലാം ഞാൻ വാങ്ങിച്ചതാ. ചേട്ടാ, അവനതല്ലേ പറഞ്ഞത്. അവന്റെ സൂപ്പർ ഹീറോ ഹൾക്കിന്റെ ബാഗ് ഉണ്ടെന്നാ ചോദിച്ചത്. അയ്യോ, അതാണോ മോൻ ചോദിച്ചേ? ഇല്ല മോനെ, ഹൾക്കിന്റെ ഇല്ല. ഇത് സ്പൈഡർമാന്റെ ബാഗ് ഉണ്ട്. അത് വേണോ? അതിനൊക്കെ എന്താ വില? ഇതിന് 1500 ഉള്ളൂ. 1500 രൂപയോ? അയ്യോ, അതൊന്നും വേണ്ട. എന്താ അമ്മ, എനിക്ക് അത് തന്നെ വേണം. നീ എന്താ കുട്ടി പറയുന്നത്? നിനക്ക് ആകെ ഒരു ബാഗ് മാത്രം വാങ്ങിയാൽ മതിയോ? എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എനിക്ക് അത് തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് കരയും. എന്റെ ദൈവമേ, ഈ ചെക്കനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എനിക്ക് സ്പൈഡർമാന്റെ ബാഗ് വേണം. ടുട്ടു, നീ കരയാതെ എണീറ്റേ. ആൾക്കാരൊക്കെ നോക്കുന്നു. നോക്കിക്കോട്ടെ, അമ്മ എനിക്ക് വാങ്ങി തരാത്തോണ്ടല്ലേ. എന്താ മോന്റെ അടവ്? അഭിനയം കൊള്ളാം. എന്റെ ദൈവമേ, ഈ ചെക്കൻ എന്നെ നാണം കെടുത്തും. നീ നിന്റെ കരച്ചിലൊന്ന് നിർത്ത്. അത് വാങ്ങിച്ചോ. നല്ല അമ്മ. ചേട്ടാ, എന്നാ ആ ബാഗ് എടുത്തോ. ഇന്നാ മോനെ ബാഗ്. നല്ല അടിപൊളി ബാഗ്. ഇത് കൊണ്ട് കുട്ടികളെ മുമ്പിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യണം. അമ്മേ, എനിക്കും വേണം. ഓ, ഇനി തമ്പുരാട്ടിക്ക് ഏത് ബാഗാണാവോ വേണ്ടേ? എനിക്കിത് ആ യൂണിക്കോണിന്റെ ബാഗ് മതി. ചേട്ടാ, അതൂടെ അങ്ങ് എടുത്ത് കൊടുത്തേക്ക്. ഇനി നിങ്ങൾക്ക് 2 പേർക്കും ഒരു സാധനം ഇല്ല കേട്ടോ. 2 പേർക്കും വാങ്ങാനുള്ള പൈസ ഏതേ ഈ ബാഗിൽ തീർന്നു. അപ്പൊ എനിക്ക് പൗച്ചൊക്കെ വേണം. ഒരു പൗച്ചും ഇല്ല. 2 ആളും ഇനി പെൻസിലും സ്കെയിലൊക്കെ ബാഗിലിട്ട് കൊണ്ടുപോയാൽ മതി. സന്തോഷമായില്ലേ 2 ആൾക്കും? മിന്നു, ഇനി നിനക്കെന്താ വാങ്ങണ്ടേ? മിന്നു, ഞാൻ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അത് വാങ്ങിയിട്ട് വരാം. നീ ഇവിടെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തോ. പിന്നെ അവർക്ക് 2 ആൾക്കും വേണ്ട സാധനങ്ങളൊക്കെ എടുത്തോട്ടോ. ഞാനേ അവരെ പറ്റിക്കാൻ വേണ്ടിട്ട് വെറുതെ പറഞ്ഞതാ. ശരി അമ്മേ. എനിക്കൊന്നും ഈ ബാഗ് വേണ്ട. എനിക്കും വേണ്ട. അയ്യോ, 2 ആളെ ബാഗ് എടുത്തോ. അമ്മ നിങ്ങളോട് വെറുതെ പറഞ്ഞതാ. ഇനി എന്തൊക്കെയാ വാങ്ങണ്ടേ? ശരിക്കും എനിക്ക് അപ്പോഴേ തോന്നി അമ്മ വെറുതെ പറയാവുന്നേ. ശരി, വാ 2 ആളും. മോളെ, നോട്ട്ബുക്ക് ഒക്കെ വേണ്ടേ? ടുട്ടു, നിനക്ക് കളർ വേണം പറഞ്ഞിരുന്നില്ലേ? എന്നാ എനിക്ക് വേണം ചേച്ചി കളർ. 2 പേരും കൂടി തൽക്കാലം എഴുതിന്ന് കൊടുത്തോ. അമ്മ എന്നോട് ഒരു കളർ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞതാ. ശരി ചേച്ചി. ചേട്ടാ, ഈ 2 നോട്ട്സും വേണം. ചേട്ടാ, ഇതൊക്കെ ഇവിടെ എടുത്തു വെക്കണേ. ഞങ്ങൾക്ക് കുറച്ചും കൂടി സാധനങ്ങൾ നോക്കാനുണ്ട്. ശരി മോളെ, ഞാനിതൊക്കെ ഇവിടെ മാറ്റി വെച്ചേക്കാം. നിങ്ങൾ പോയി എടുത്തോ. ഹലോ മിസ്റ്റർ. ഇതാണ് മേഡം, ബാഗ് വാങ്ങിക്കാനാണോ? മെമ്മി, എന്താ ഡേറ്റാ? എനിക്ക് യൂണിക്കോണിന്റെ ബാഗ് മതി. ഏത് ബാഗാ മോളെ? ഇതാണോ? ഈ ബാഗാ? അയ്യോ, അത് ഇവരെടുത്ത് വെച്ച ബാഗാ. നിങ്ങൾ വേറെ ഏതെങ്കിലും നോക്കിക്കോ. അതെ, അത് ഞാൻ എടുത്തു വെച്ച ബാഗാ. നീ എടുത്തു വെച്ചെന്ന് വെച്ചിട്ടെന്താ? എനിക്കിത് ഇഷ്ടായി. മമ്മി, എനിക്ക് ഇത് തന്നെ മതി.
മോളെ ഇതിന്റെ മോക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി വേറെ ഏതെങ്കിലും എടുത്തോ. ആന്റി, ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുത്ത് വെച്ച ബാഗാ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എടുത്തോ. ഞങ്ങളല്ലേ ആദ്യം അത് എടുത്ത് വെച്ചേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടേ? എന്താ ചിഞ്ചു, എന്താ കാര്യം? നോക്കിച്ചി, ഞാൻ എടുത്തു വെച്ച ബാഗ് ആ ചേച്ചി എടുക്കാൻ പോന്നു. അത് ഞങ്ങൾ എടുത്തു വെച്ച ബാഗല്ലേ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബാഗ് നോക്കിക്കൂടെ? അതെ മേഡം, ആ കുട്ടികൾ പറയുന്നത് ശരിയാ, അവരെടുത്ത് വെച്ച ബാഗാ ഇത്. മിസ്റ്റർ, ഞാൻ അതിന് നിങ്ങളുടെ അഭിപ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ. എനിക്ക് ബാഗ് വേണം. അതെ, ഞങ്ങൾക്ക് ബാഗ് വേണം. എന്റെ ദൈവമേ, ഇത് വല്ലാത്ത കഷ്ടമായല്ലോ. റോസി ആന്റി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്നെ ആരെ വിളിച്ചേ? ഞാനവിടെ ഒറ്റക്കായപ്പോ. ഡേറ്റ, എന്തിനാ അവര് ബാഗ് നമ്മൾ എടുക്കുന്നേ? അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. ഇതൊക്കെ മോശമല്ലേ? അതെ, നീ ഞങ്ങളെ നല്ലതും ചീത്തയും പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ. ഓ, തമ്പുരാട്ടി വന്നിരിക്കുന്നു. റോസി ആന്റി, അത് അവർക്ക് തന്നെ കൊടുത്തേക്ക്. ഓ, തമ്പുരാട്ടി വന്നോ? ഓ, നിന്നെ ഞങ്ങളെ കൂടെ കൊണ്ടുവന്നതും പോരാ, ഇപ്പൊ ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നു. നീ ഉപദേശിക്കാൻ വന്നതൊന്നും അല്ല ആന്റി. വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി. ഇനി മേലല്ല എന്നെ ഉപദേശിക്കാൻ വന്നേക്കരുത്, കേട്ടല്ലോ? ഡേറ്റ, ആ ബാഗ് എടുത്തിട്ട് പോര്. ശരി മമ്മി. ചേച്ചി ദേ എന്റെ ബാഗ് കൊണ്ടുപോയി. അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. നീ എന്തിനാ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നേ? നീയും അവരെ കൂടെ ഉള്ളതന്നല്ലേ. നിങ്ങൾക്ക് വേറെ ബാഗ് വാങ്ങിക്കൂടെ? എന്തിനാ എന്റെ ബാഗ് എടുത്തേ? എനിക്കൊന്നും അറിയില്ല, ഞാനല്ല. അയ്യോ, എന്തിനാ കരയുന്നേ? എനിക്കെന്തിനാ അല്ലെങ്കിൽ ബാഗ്? ഞാൻ സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ. അതെന്താ നീ സ്കൂളിലൊന്നും പോകാത്തെ? ദേവു, ഇവിടെ വാ. എന്നെ കൊച്ചമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. ഞാൻ വരുന്നു. പാവം കൊച്ച്, അവരതിനായിട്ട് കഷ്ടപ്പെടുത്താന്നാ തോന്നുന്നേ. ചേച്ചി, അവരെ നമ്മൾ ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഇല്ല ചിഞ്ചു, ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ഇവരെവിടെ നിന്നാണാവോ? എവിടെയായാലും അവരെ നമുക്ക് കണ്ടുപിടിക്കണം. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ അതൊന്നും അന്വേഷിച്ചു പോകണ്ട. അതെന്താങ്കിലേ? അവരെ ഒരു ദുഷിച്ച സ്ത്രീയാ. ദുഷിഷ്ട സ്ത്രീയോ? അതെന്താ അങ്ങനെ പറഞ്ഞ? അതൊന്നും നിങ്ങൾ കൊച്ചുങ്ങളോട് പറയുന്ന കാര്യമല്ല. മക്കൾ വേഗം ഇവിടുന്ന് പോവാൻ നോക്കിക്കോ. മോളെ മിന്നു, എന്താ അമ്മേ? അല്ല, എന്താ എല്ലാരും അന്തം വിട്ട് നിൽക്കുന്നേ? നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞോ? കഴിഞ്ഞമ്മേ. എന്നാ വാ, നമുക്ക് പോകാം, നേരെ ഒരുപാടായി. അമ്മേ, ചിഞ്ചുവിന്റെ ബാഗ് ദേ ഒരു ആന്റി വന്ന് കൊണ്ടുപോയി. ആന്റിയോ? ആന്റിക്ക് എന്തിനാ ചിഞ്ചുവിന്റെ ബാഗ്? ഇവരിവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുപോയതാ. ആഹാ, ഏതവളാ അവള്? അവളെ ഒന്ന് കാണണല്ലോ. ദേ, ഈ അങ്കിളിന് അറിയാം ആ ആന്റിയെ. ആരാടോ അത്? താൻ എന്റെ മക്കളെ ബാഗ് എന്തിനാ അവർക്ക് കൊടുത്തേ? അയ്യോ മേഡം, പ്രശ്നം ഉണ്ടാക്കരുത്. അവരങ്ങനെ ഒരു സ്ത്രീയാ. ആ റോസി ഇല്ലേ, അവരാ. റോസിയോ? എന്താ അമ്മേ? അമ്മ എന്തിനാ പേടിക്കുന്നേ? അതെ മേഡം, അവരാ. അതാ ഞാൻ ആ ബാഗ് വിട്ടു കൊടുത്തേ. അവൾ എന്നിട്ട് എങ്ങോട്ട് പോയി? ദേ മക്കളെ, നമുക്ക് വേഗം ഇവിടുന്ന് പോകാം. എന്താ അമ്മ, എന്താ കാര്യം പറ. ദേ, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടോണം. വേഗം നടക്ക്. ഈ അമ്മയ്ക്ക് എന്ത് പറ്റി? ഓ, എന്റെ കർത്താവെ, ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടെ. ഓ, അവരെ പോലെ ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ 2 ആടിൻ കുഞ്ഞുങ്ങളെ അവൾ കൊന്നത്. എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. ഇനി ആ ദേവുവിന്റെ കാര്യം എന്താകുമോ ആവോ. അവളെ ഞാൻ കൊച്ചിനെ ഒരുപാട് തല്ലും. പാവം കൊച്ച്, എന്ത് ചെയ്യാനാ? എന്നാലും അവൾ എന്തിനാണാവോ ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നേ?